എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഉണ്ടാവുന്നത് വലിയ വിശ്വാസ നഷ്ടമാണ്. അയ്യപ്പ വിശ്വാസമല്ല, സർക്കാരിനുള്ള വിശ്വാസം. പോറ്റി സതീശന്റെ ആളാണ് എന്ന് കേട്ടാൽ ചിരിവരുന്ന പരിഹാസ വർത്താനങ്ങൾ പറഞ്ഞ് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ശ്രീ സുരേഷ് കുമാർ. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. നമ്മളിപ്പോഴും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അന്വേഷണം വരുന്നതിന് മുൻപേ ആരായുകയാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം. എന്റെ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ടുമർത്താനൊന്നും ഇവിടെ വേണ്ട. അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി സമഗ്രമായി ഈ അന്വേഷണം നടക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോ അവരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചോ യാതൊരുവിധ സംശയവും ആർക്കുമില്ല. അത് ശരിയാവും എന്നാ മനസ്സിലായി. പല രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് ആകെ കുഴപ്പമാണ്, ഇത് ഭരണവർഗത്തിന്റെ ആകെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ല സുരേഷ് കുമാർ, വാക്കുമാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ, അത് അറിഞ്ഞുകൊണ്ട് ചോദിക്കുക. അല്ല സുരേഷ് കുമാർ, ഇവിടെ അന്വേഷണം നടക്കും, അതിൽ ആർക്കും തർക്കമില്ല. ഉദ്യോഗസ്ഥർ നല്ല ഉദ്യോഗസ്ഥരാണ്, അതിൽ ആർക്കും തർക്കമില്ല. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇനിഷ്യേറ്റീവിൽ ഉണ്ടാകുന്ന അന്വേഷണമല്ല. ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം സർക്കാർ ഔദാര്യം കൊണ്ടുണ്ടാകുന്ന അന്വേഷണമല്ല. അത് കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി ഇനിഷ്യേറ്റീവിൽ മാത്രം നടക്കുന്നതാണ്. കോടതി ആ മൂന്നാം കണ്ണ് തുറന്നിരിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. പക്ഷെ അതുകൊണ്ട് ഇതിലുള്ള ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാതാവുന്നുണ്ടോ? കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. കോടതിയാണ് പറയുന്നത്. ഇപ്പൊ താങ്കൾ പറയുന്നു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, ഒന്നുമല്ല. കോടതിയാണ് പറയുന്നത്. ഫ്രോഡുകളെ പറ്റി പറയുന്നത് കോടതിയാണ്. ഈ സ്വർണം പൂശ ദ്വാരപാലകരെ തന്നെ അടിച്ചുമാറ്റി വിൽക്കാനുള്ള സാധ്യതയുണ്ട്, അന്വേഷിക്കണമെന്ന് പറയാ കോടതി. കോടതിക്ക് അങ്ങനെ പറയേണ്ടി വരുന്ന ഗതികേട് എന്ത് ഭീകര ഗതികേടാണ്. അതിന് ഭരണ നേതൃത്വത്തിന് മറുപടി ഇല്ലെന്നാണ്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭരിക്കുന്നവരോ ഭരിക്കുന്ന ആളുകളെ പിൻപറ്റി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ അന്വേഷണത്തിനെതിരായി പറയുകയോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ തടസ്സം ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുകയോ ചെയ്തു. അന്വേഷണം അവിടെ നിൽക്കട്ടെ. ഇല്ല സുരേഷ് കുമാർ, അന്വേഷണം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്കതിൽ തടസ്സപ്പെടുത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കിതിൽ യാതൊരു റോളും ഇല്ല. സർക്കാർ, നിങ്ങൾ പറഞ്ഞ സർക്കാരിന് ഇതിൽ യാതൊരു റോളും ഇല്ല. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഇത് സംഭവിച്ചാൽ താങ്കൾക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന രീതിയിൽ ഹൈക്കോടതി അറിയാതെ രായ്ക്ക് രാമാനം ഈ സാധനം കടത്താൻ നോക്കി. ദേവസ്വം ഹൈക്കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു, നമ്മൾ അറിഞ്ഞില്ല. മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. എല്ലാം കോടതി ഇടപാട്, അതവിടെ നിൽക്കട്ടെ. കോടതി ഇടപാടും അന്വേഷണവും വേറെ വഴിയാണ്, വേറെ കാര്യമാണ്. നോക്കൂ, ശബരിമല പോലെ കേരളത്തിന്റെ വിശ്വാസ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് വലിയ സെക്യൂരിറ്റി ഉണ്ടെന്ന് എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്ത് അവിടെ ഹൈക്കോടതി മേൽനോട്ടം അടക്കമുള്ള, സർക്കാർ മേൽനോട്ടം അടക്കമുള്ള, ദേവസ്വം ബോർഡ് അടക്കമുള്ള ഈ കൊടുക്കുന്ന വഴിപാട് സ്വർണം, വഴിപാട് കാര്യങ്ങളടക്കം സുരക്ഷിതമാണെന്ന് പാവം വിശ്വാസികൾ കഴിയുന്ന ഒരു സ്ഥലത്ത് ഉഡായിപ്പിന്റെ ഘോഷയാത്രയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അതിൽ ഭരണ നേതൃത്വത്തിന് മറുപടി പറയണ്ടേ? ശ്രീ സുരേഷ് കുമാർ, എല്ലാം അന്വേഷിക്കട്ടെ, വരട്ടെ എന്ന് പറഞ്ഞ മതിയാവൂ. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. 2025 ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇതിനെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായത്. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു സർക്കാർ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെട്ടാൽ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സന്ദർഭമാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് നമുക്കിടയിലുള്ളത്. അവിടെ സർക്കാർ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. 2019 പക്ഷേ മാർഗരേഖയ്ക്ക് വിരുദ്ധമായി ചില കാര്യങ്ങൾ നടന്നു. അത് ആര് നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയല്ലേ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വരാൻ പോകുന്ന അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിനു മുൻപേ മുൻവിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഹാഷ്മി ഉൾപ്പെടെയുള്ള കോടതിയുടെ ഉത്തരവ് വായിക്കാത്തോട് പറയുന്ന മുൻവിധിയെ പറ്റി പറയുന്ന അങ്ങ് കോടതിയുടെ ഉത്തരവുകൾ വായിക്കാത്തതുകൊണ്ടാവണം, അല്ലെങ്കിൽ വായിച്ചിട്ടും വായിക്കാത്ത പോലെ അഭിനയിക്കുന്നതുകൊണ്ടാവണം അങ്ങ് പറയുന്നത്. ഇടക്കാല ഉത്തരവുകളിൽ രൂക്ഷമായ പരാമർശമാണ്. ഇതിൽ കൂടുതൽ രൂക്ഷമായ പരാമർശം നടത്താനുണ്ടോ? പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ശാസ്താവിന് ഇരുപുറം നിൽക്കുന്ന കാവൽക്കാരെ തന്നെ തൂക്കി വിട്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ടയ്ക്ക് കാശ് കിട്ടിയാൽ ഈ ഫ്രോഡുകൾ ഈ ദ്വാരപാലകരെ തന്നെ മൊത്തത്തിൽ ഇളക്കി വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, അന്വേഷിക്കണം എന്ന് കോടതി വെറുതെ പറയൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സ്ഥായിയായ ഒരു ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യം ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംബന്ധിച്ച്
അല്ലല്ല ഞാൻ ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിന് അറിയാൻ പറയുന്നത്. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഇന്നലത്തെ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും ഇതേ രൂപത്തിൽ ഇരുട്ടിൽ നിർത്തുന്നതിന് വേണ്ടി ഒരു നിയമസഭാ സാമാജിക ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഇവിടെ എല്ലാം പരാജയപ്പെട്ടിട്ടും സുപ്രീം കോടതിയുടെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ഇനി എന്ത് വിശ്വസിച്ച് അവിടെ വിശ്വാസികൾ കൊണ്ട് വഴിപാടായി ഒരു തരി പൊന്നു കൊടുക്കും ശ്രീ സുരേഷ് കുമാർ? എന്ത് വിശ്വസിച്ച് സ്പോൺസർമാർ ശബരിമലയുടെ വികസനത്തിന് പണം ചെലവാക്കും സുരേഷ് കുമാർ? കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അങ്ങനെ ഗുരുതരമായ ക്രെഡിബിലിറ്റി ക്രൈസിസ് നേരിടുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് മാത്തിക്കൊഴുന്നാടന്റെ ഹർജിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെ മറുപടി ഇല്ലായ്മയല്ലേ? നിങ്ങൾ ചില മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷതയിൽ ചെറിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് സൂചിപ്പിച്ചത്. അല്ലാതെ എനിക്ക് അതിലേക്ക് വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ ചർച്ചയുടെ ടോപ്പിക്ക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഒരു കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് പരാതിയില്ല. അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ കോടതിയെ സംബന്ധിച്ച് നമുക്ക് ആക്ഷേപമില്ല. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. ഇതിനകത്ത് ഫ്രോഡുകൾ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ അക്ഷരം പ്രതി ശരിവെക്കുകയാണ്. ആ ഫ്രോഡുകൾ ആരാണെന്ന് സ്ഥായിയായി അല്ലെങ്കിൽ നിഷ്പക്ഷമായി കണ്ടുപിടിക്കാൻ എനിക്കും ഹാഷ്മിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും താല്പര്യമില്ല. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. 2016 പോറ്റി മലകയറിയെന്നാണ്. അങ്ങേക്ക് ഓർമ്മയുണ്ട്, അവതാരങ്ങളെ വാഴിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴേക്കും ഒരു അവതാര പിറവി അവിടെ ഉണ്ടായി. പോറ്റി എന്നാണ് പേര്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കും. 2016, 17, 18, 19, 20, 21, 22, 23, 24, 25 വരെ ഈ അവതാരം അവിടെ ഒന്ന് തട്ടിപ്പിന്റെ ഘോഷയാത്ര നടത്തിയിട്ടും ആരും അറിഞ്ഞില്ല. കോടതി പറയുമ്പോൾ മാത്രമാണ് എല്ലാവരും അറിയുന്നതെങ്കിൽ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ്? പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം വകുപ്പ്? എന്തിനാണ് ദേവസ്വം വകുപ്പിന് മന്ത്രിമാർ? എല്ലാം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ പോരെ? എല്ലാം കോടതി ഏൽപ്പിച്ചാൽ പോരെ? അങ്ങനെയാണ് അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി എന്റെ സ്ഥിതി. ഇത്തരത്തിലൊരാള് ശബരിമലയുടെ എല്ലാ തലങ്ങളിലേക്കും കടന്നു വരുമ്പോൾ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവിടെ മറ്റ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ചെറു ഇല അനങ്ങണമെങ്കിൽ, ഒരു ചെറു വിരലനക്കണമെങ്കിൽ അതിനകത്ത് ഏതെല്ലാം രൂപത്തിലുള്ള നൂലാമാലകൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട്, ഈ അന്വേഷണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം നമ്മൾ മലയാളികളുടെ മുന്നിൽ, ഈശ്വര വിശ്വാസികളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മുന്നിലേക്കൊക്കെ കടന്നു വരും. അതിനു മുൻപേ പക്ഷെ അതിന് ഭരണ നേതൃത്വത്തിന് മറുപടിയില്ല. 2019 ഭരിക്കുന്ന LDF മറുപടിയില്ല, അല്ലെങ്കിൽ അതിന്റെ LDF ദേവസ്വം വകുപ്പിന് മറുപടിയില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മറുപടിയില്ല, പൊളിറ്റിക്കൽ നോമിനിയായ പത്മകുമാറിന് മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പമാണ്. പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഈ പറയുന്ന ദ്വാരപാലകരുടെ സ്വർണ്ണത്തിന്റെ കാര്യം മാത്രമല്ല, അവിടെയുള്ള സ്വർണ്ണത്തിന്, അവിടെയുള്ള വെള്ളിക്ക്, അവിടെയുള്ള പ്രഷ്യസ് സ്റ്റോൺസിന്, അവിടെ ഈ വിശ്വാസികൾ വഴിപാടായി കൊടുക്കുന്ന പാവം അവരുടെ ജീവിത സ്വത്വത്തിന്റെ കാര്യങ്ങൾക്ക് മുഴുവൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തൊക്കെയായാലും ആഭ്യന്തരം രാജിവെക്കണം. ഒന്നിനും ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല. തോന്നിയ പോലാണെന്ന് കോടതിയാ പറയുന്നത്. ഒറിജിനൽ അയ്യപ്പന്റെ സ്വർണ്ണ പാളികൾ തൂക്കി വിറ്റു, അടിച്ചു മാറ്റി, മോഷ്ടിച്ചു ഈ ഫ്രോഡ് കാണിച്ചവർ. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ആയിട്ട് ഏറി പറയുന്നതല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അയ്യപ്പന്റെ സ്വർണം കട്ടു. അതായത് നമ്മൾ മലയാളികൾ ഈ വിഷയത്തിൽ സിമ്പിളായി മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അയ്യപ്പന്റെ സ്വർണം കട്ടു, അയ്യപ്പന്റെ സ്വർണം കട്ടു, അയ്യപ്പന്റെ സ്വർണം കട്ടു. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.